എല്ലാവർക്കും നമസ്കാരം. സിന്ധു ഭൈരവി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിന്ധു അരുൺ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശ്രീ സ്വാതി തിരുനാളിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഭജൻ പഠിക്കാം. നൊട്ടേഷനോട് കൂടി തന്നെ പഠിക്കാം. ഇത് കാശി വിശ്വേശ്വരൻ്റെ ഒരു ഭജനാണ്. ഇത് സിന്ധു ഭൈരവി രാഗത്തിലാണ് ശ്രീ സ്വാതി തിരുനാൾ കമ്പോസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ താളം രൂപകമാണ്. സിന്ധു ഭൈരവി രാഗത്തെക്കുറിച്ച് കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കർണാട്ടിക് മ്യൂസിക്കിലും ഹിന്ദുസ്ഥാനിയിലും ഒരേപോലെ പ്രാധാന്യമുള്ള, ഒരേപോലെ പോപ്പുലാരിറ്റിയുള്ള ഒരു രാഗമാണ് സിന്ധു ഭൈരവി. വളരെ മനോഹരമായിട്ടുള്ളതാണ്. സ്പെസിഫിക്കായിട്ട് ഒരു ആരോഹണം പറയുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ കർണാട്ടിക് മ്യൂസിക്കിലെ എല്ലാ നോട്ട്സും 12 നോട്ട്സും ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടി കമ്പോസേഴ്സ് ഉപയോഗിക്കാറുണ്ട്. പൊതുവേ എല്ലാം ചെറിയ സ്വരങ്ങളാണ്. ഷഡ്ജം, ശുദ്ധരിഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, കൈശികി, നിഷാദം എന്നിവയാണ് ഇതിൻ്റെ സ്വരങ്ങൾ വരുന്നതെങ്കിൽ തന്നെയും ചതുശ്രുതി ഋഷഭവും അന്തരഗാന്ധാരവും പ്രതിമധ്യമം, ചതുശ്രീ ദൈവതം, കാകളി, നിഷാദം എന്നിവയെല്ലാം ഇതിൻ്റെ ഭംഗിക്ക് വേണ്ടി ഈ രാഗത്തിൽ ഉപയോഗിച്ച് കാണാറുണ്ട്. സരി ഗമ ബധനി സാ നി ധ പ മ ഗ രി സാ. വിശ്വേശ്വര ദർശന കർ चल मन तुम काशी. विश्वेश्वर सासारिणी विश्वेश्वर दर्शन कर दर्शन. സരി ഗഗ അവിടെ സരി, അവിടെ ചതുശ്രീ ഋഷഭമാണ് കൊടുത്തിരിക്കുന്നത്. സരി ഗഗ ദർശന കർ ഗമ ഗഗ. വിശ്വേശ്വര ദർശന കർ ചൽ മന ഗഗ പമ ചൽ മന തും ഗമ ഗഗ തും കാശി കാശി ഗസാരി സാ. ചൽ മന തും കാശി കാശി ഗസാരി സാ. പാടി നോക്കാം. 2 അക്ഷരം തള്ളി വരും. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. ഇതാണ് ആദ്യത്തെ സംഗതി വരുന്നത്. ഒന്നുകൂടി നോക്കാം. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. അടുത്ത സംഗതി വരുന്നത് വിശ്വേശ്വര, അത് ആദ്യത്തെ പോലെ തന്നെ വരും. ദർശന കർ, ദർശനിൽ ചെറിയ വ്യത്യാസം. ദർശന സരി ഗ പമ ദർശന കർ, കർ ആദ്യത്തെ തന്നെ. അപ്പം വിശ്വേശ്വര ദർശന കർ ചൽ മന, ചല് മനേന് വ്യത്യാസം വരുന്നുണ്ട്. അപ്പം ആദ്യത്തേത് ചൽ മന ആണ് ആദ്യത്തെ. രണ്ടാമത് വരുന്നത് ചൽ മന ഗ പ പ പ മ, ഒരു നോട്ടിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ചൽ മന തും കാശി. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. അപ്പോൾ ഒന്നാമത്തേത് വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. രണ്ടാമത്തേത് വിശ്വേശ്വര
दर्शन कर चल मन तुम काशी. അതാണ് രണ്ടാമത്തെ ചെറിയ വ്യത്യാസം വരുന്നത്. അടുത്ത മൂന്നാമത്തെ സംഗതി പാടുന്നതിന് രണ്ടാമത്തെ സംഗതി നമ്മൾ രണ്ടാമത് പാടുമ്പോൾ എൻഡിൽ ചെറിയൊരു സംഗതി കൂടി ചേർക്കുന്നു. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. ധനി ധനി നിനിത വിശ്വേ. അപ്പം മൂന്നാമത്തെ സംഗതി എടുക്കാൻ വേണ്ടിയിട്ടാണ് അത്. വിശ്വേ. അപ്പം വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. വിശ്വേ. അപ്പം തുടങ്ങുന്നത് എന്തായാലും രണ്ടക്ഷരം തള്ളിയാണ്. അപ്പം ലാസ്റ്റ് ബീച്ചിൽ വിശ്വേശ്വര എന്ന് വരും. ധനി നിനിത പാനിത ദ പാനിത വിശ്വേ പാനിത റിസസ പാനിത റിസസ 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 എന്ന് വരും. വിശ്വേശ്വേ വിശ്വേശ്വര. ശ്വര് ആദ്യത്തെ പോലെ തന്നെ വരും, ഒന്നും രണ്ടും സംഗതി പോലെ തന്നെ. അപ്പം വിശ്വേശ്വര പാനിത റിസസ വിശ്വേസ റിസസ വിശ്വേശ്വര ദർശന കർ. ദർശന കർ രണ്ടാമത്തെ സംഗതിയാണ്. ദർശന കർ. അടുത്തത് ചലുമന് വ്യത്യാസമാണ്. ചലുമന് ചലുമന് സഗമ പദവ ചല് ചല് മന് തവപമ മന് ചല് മന് സഗമ പദവ ദവപമ ചല് മന് മന് ദവപമ തും ഗഗദവമ തും കാശി. കാശി എപ്പോഴും ഒരേപോലെ. ചല് മന് തും കാശി വിശ്വേശ്വര. അപ്പം ആ എൻഡിലെ സംഗതി ഈ മൂന്നാമത്തെ സംഗതിയുടെ കൂടെ ചേർക്കും. അത് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. അങ്ങനെ പാടി നിർത്തുന്നു. മൂന്നാമത്തെ സംഗതിയിൽ തന്നെ പാടി നിർത്താം, അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ചൽ മന തും കാശി അല്ലെങ്കിൽ ചൽ മന തും കാശി ചൽ മന തും കാശി. ഏത് സംഗതിയിൽ വേണമെങ്കിലും നിർത്താം, നമുക്ക് സൗകര്യം പോലെ നിർത്താം. അപ്പം 3 സംഗതിയാണ് പല്ലവിക്കുള്ളത്. നമുക്ക് ഒന്നുകൂടി ഒന്ന് പാടി നോക്കാം. വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. ഒന്നാമത്തെ സംഗതി. അടുത്ത സംഗതി വരുന്നത് വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി. ഇത് രണ്ടാമത് പാടുമ്പോഴത്തേക്ക് വിശ്വേശ്വര ദർശന കർ ചൽ മന തും കാശി വിശ്വേശ്വര. മൂന്നാമത്തെ സംഗതി എടുക്കാനായിട്ട് ദർശന കർ ചൽ മന തും കാശി വിശ്വേശ്വര दर्शन कर चल मन तुम का।
ഇതാണ് പല്ലവി വരുന്നത്. നമുക്ക് അനുപല്ലവി നോക്കാം. അനുപല്ലവിയുടെ സാഹിത്യം വരുന്നത് വിശ്വേശ്വര് ദർശന് ജബ് കിൻഹോ ബഹു പ്രേമ സഹിത് കാട്ടെ കരുണാനിധാന് ജനന് മരണ് ഭാസി. ഇങ്ങനെയാണ് അനുപല്ലവി വരുന്നത്. പാടി നോക്കാം. രണ്ടക്ഷരം തള്ളിയാണ് തുടങ്ങുന്നത്. വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു പ്രേമ സഹിത വിശ്വേശ്വര മഗ ഗ ഗമ വിശ്വേ മഗ ഗ ഗമ വിശ്വേശ്വര നിസനിന്നിത ശ്വര നിസനിന്നിത വിശ്വേശ്വര ദർശന നിസസനി ജപ രിയാണ്. രിക്ക് ചെറിയൊരു വൈബ്രേഷൻ അല്ലെങ്കിൽ ഒരു മൃഗ കൊടുത്താണ് പാടുന്നത്. ദർശന ജപ രണ്ടക്ഷരം തള്ളി വരും. വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു നിനി നീ സ പ്രേമ സനിരീസ പ്രേമ കിൻഹോ ബഹു പ്രേമ സഹിത സഹി പാനിസനി സഹിത നിദദാപ നിദദാപ സഹിത വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു പ്രേമ സഹിത. അടുത്ത സംഗതി വിശ്വേശ്വര് ആദ്യത്തെ പോലെ തന്നെ വരും. ദർശന അവിടെ വരെ ഒരേപോലെ വരും. ദർശന ജപ ദർശന ജപ ജപ് ആണ് വ്യത്യാസം വരുന്നത്. ജപ ഗമഗരീസ വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു. അപ്പം കിൻഹോ ആദ്യത്തെ പോലെ തന്നെ വരും. ബഹുവിന് ചെറിയ വ്യത്യാസം. ബഹു സസബ കിൻഹോ ബഹു പ്രേമ പനിസരിസ അവിടെയും വ്യത്യാസം വരുന്നുണ്ട്. പ്രേമ സഹിത സഹിത് ആദ്യത്തെ പോലെ തന്നെ വരും. അപ്പം ജബ് ബഹു പ്രേമ എന്നീ വേർഡ്സിനാണ് വ്യത്യാസം വന്നത്. അപ്പം വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു പ്രേമ സഹിത വിശ്വേശ്വര ദർശന ജപ കിൻഹോ ബഹു പ്രേമ സഹിത കാട്ടെ. അടുത്ത വരി. കാട്ടെ കരുണ നിധാന കാട്ടെ പദപ കരുണ പദപ രണ്ടും ഒരേ സ്വരം വരും. കാട്ടെ കരുണ നിധാന നിധ പദപമ നിധാന ഗപ മമ ഗഗ അത് ഫാസ്റ്റായിട്ട് വരണം. എന്ന് വരും. അപ്പം കാട്ടെ കരുണാനിധാന കാട്ടെ കരുണാനിധാന കാട്ടെ കരുണാനിധാന കാട്ടെ. അപ്പം കാട്ടയുടെ രണ്ടാമത്തെ സംഗതി സമത്തിലാണ് വരുന്നത്. ആദ്യത്തേത് രണ്ടക്ഷരം തള്ളിയിട്ടാണ്. അപ്പം എൻ്റെയിലെ സംഗതി നമുക്ക് സമാധാനമായിട്ട് പാടാൻ സമയമുണ്ട്. പക്ഷേ സമത്തിൽ വരുമ്പോഴത്തേക്ക് കുറച്ചത് ഫാസ്റ്റ് ആവുന്നുണ്ട്. അതായത് കാട്ടേ
കരുണാനിധാന കാട്ടേ കരുണാനിധാന കാട്ടേ. സെക്കൻഡ് ടൈം പാടുമ്പോഴത്തേക്ക് കുറച്ച് ഫാസ്റ്റാണ്. ഇത് സെക്കൻഡ് സംഗതി സമത്തിലെടുക്കുകയും ചെയ്യണം. കാട്ടേ സരി മപമദപ കാട്ടേ കരുണ കരു പദ കരുണ പദരേ മമഗദ കരുണ പദരേ മമഗദ കരുണ നിധാന നിധാന മഗ മഗ ഗമ നിധാ നിധാന കാട്ടേ കരുണ നിധാന ജനന. അപ്പം അതിൻ്റെ രണ്ടാമത്തെ സംഗതി ഒന്നുകൂടെ നോക്കാം. കാട്ടേ കരുണ നിധാന ജനന മരണ ജനന ഗമപം ജനന ഗമപമഗ ജനന ഗമപമഗ മരണ മാ പദ പമ മരണ മാ പദ പമ മരണ ബാസി ബാസി ഗരി ഗരി ഗപമ രീസ കാട്ടേ കരുണ നിധാന ജനന മരണ ബാസി വിശ്വേ. അപ്പം എൻഡിൽ വീച്ചിൽ നമ്മൾ പല്ലവിയിൽ പാടിയ ആ സംഗതി പാടും. കാട്ടേ കരുണ നിധാന ജനന മരണ ബാസി വിശ്വേശ്വരൻ ദർശന കർ ചല മന തുമ കാശി. അത്രയുമാണ് അനുപല്ലവി വരുന്നത്. നമുക്ക് ചരണം നോക്കാം. ചരണത്തിൻ്റെ വരികൾ വരുന്നത്, ചരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിന് പല്ലവി അനുപല്ലവി കഴിഞ്ഞിട്ട് 4 ചരണങ്ങൾ വരുന്നുണ്ട്. ഇതിൽ 4ാമത്തെ ചരണമാണ് നമ്മൾ നോക്കുന്നത്. പദ്മനാഭ കമല നയന ത്രിനയന ശംഭോ മഹേശ ഭജലെ ഇനുദോ സ്വരൂപ് രഹി അവിനാശി. ഇതാണ് ചരണം വരുന്നത്. ചരണത്തിന് അനുപല്ലവിയുമായിട്ട് കുറച്ചേറെ സിമിലാരിറ്റീസ് ഉണ്ട് നൊട്ടേഷനിൽ, എങ്കിലും പെട്ടെന്ന് പറഞ്ഞു പോവാം. പദ്മനാഭ പദ്മനാഭ കമലനയന ത്രിനയന ശംഭോ മഹേശ പദ്മ മഗ മഗ മ പദ്മ മഗ മഗ മ നാഭ ദദ പദ്മനാഭ കമല നിസസ നയന നിരിസ പദ്മനാഭ കമല നയന ത്രിനയന നിനി നിസ ശംഭോ മഹേശ ശംഭോ സസനിരീസ ശംഭോ മഹേ പനി സനി നിദദാപ നിദദാപ ച. 2 അക്ഷരം തള്ളി തന്നെയാണ് ഇതും വരുന്നത്. പദ്മനാഭ കമലനയന ത്രിനയന ശംഭോ മഹേശ. 2ാമത്തെ സംഗതിയിൽ വ്യത്യാസം വരുന്നത് പദ്മനാഭ നായുടെ പദ്മനാഭന്റെ നായിൽ വ്യത്യാസം വരും. പദ്മ മാനിനി മാനിനി നാഭ കമല കമല് ആദ്യത്തെ പോലെ തന്നെ വരും. അപ്പം പദ്മനാഭ
കമല നയന. കമല് ആദ്യത്തെ പോലെ തന്നെ നയന നിസഗമഹരീസ നയന ത്രിനയന ശംഭോ മഹേശ. അവിടെ വ്യത്യാസം വരുന്നത് ത്രിനയന ആദ്യത്തെ പോലെ ശം സസഭ ഭോമ പനി സരിസ ഭോമഹേശ പദ്മനാഭ കമല നയന ത്രിനയന ശംഭോ മഹേശ പദ്മനാഭ കമല നയന ത്രിനയന ശംഭോ മഹേശ ഭജലേ. അടുത്ത വരി പദപ ഇനുദോ മുകളിലത്തെ പോലെ തന്നെ കാട്ടേ കരുണ അതേപോലെ തന്നെ ഭജലേ ഇനുദോ സ്വരൂപ സെയിം നൊട്ടേഷൻ തന്നെ ഭജലേ ഇനുദോ സ്വരൂപ ഭജലേ ഇനുദോ സ്വരൂപ ഭജലേ ഇനുദോ സ്വരൂപ ഭജലേ. അനുപല്ലവിയിലെ സെക്കൻഡ് പോർഷൻ പോലെ തന്നെ ഭജലേ ഇനുദോ സ്വരൂപ രഖി അവിനാശി ഭജലേ ഇനുദോ സ്വരൂപ രഖി അവിനാശി विश्वेश्वर दर्शन कर चल मन तुम काशी. ഇത്രയുമാണ് ഇതിൻ്റെ നൊട്ടേഷൻ വരുന്നത്. ചരണം അനുപല്ലവി ചരണം ഓൾമോസ്റ്റ് ഒരേ നൊട്ടേഷനാണ് വരുന്നത്. ഒരു ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഭജൻ്റെ നൊട്ടേഷൻ വരുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അവതരിപ്പിച്ചു എന്ന് വിചാരിക്കുന്നു. സംഗീതവുമായി ബന്ധപ്പെട്ട അറിവുകൾക്ക് എൻ്റെ ചാനൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.